പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ റൂമിലെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 25-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ പുതിയ റൂമിലേക്ക് താമസം തുടങ്ങിയത്. അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനയോട് കൂടി തന്നെ രാവിലെ വിളക്കൊക്കെ കത്തിച്ച് ചെറിയ രീതിയിലൊരു പാലുകാച്ചൊക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ താമസം തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലയായിരുന്നു. പിന്നെ തലേ ദിവസം നമുക്ക് അപ്പത്തിനോ ദോശയ്ക്കോ അല്ലെങ്കിൽ ഇഡ്ഡലിക്കൊന്നും അരിയരച്ച് വെക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് രാവിലെ തന്നെ പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടും കടലക്കറിയും അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും പുട്ടുപൊടി ഇല്ലായിരുന്നു. പുട്ടുപൊടി ഇല്ലാതെ ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടി വെച്ചിട്ടാണ് പുട്ടും ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാം പെട്ടെന്ന് റെഡിയായപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ രീതിയിലൊരു സദ്യയാണ് കേട്ടോ ഉണ്ടാക്കിയത്. മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അച്ചാറിട്ടു. പിന്നെ ബീറ്റ്റൂട്ട് പച്ചടി, ചെറുപയറിൻ്റെ പരിപ്പ്. അപ്പോൾ ഞങ്ങളുടെ സദ്യക്ക് ഒഴിച്ചിടാൻ പറ്റാത്തതാണ് പരിപ്പെന്ന് പറയുന്നത്. അപ്പോൾ പരിപ്പുണ്ടാക്കി, ചോറ് വെച്ചു, പിന്നെ കുറച്ച് അവിയലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ പപ്പടം പൊരിച്ചു. അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഊണൊക്കെ റെഡിയായപ്പോൾ തന്നെ ഞങ്ങൾ ഊണ് കഴിച്ചു. സത്യത്തിൽ നമ്മൾ ഇല വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സമയത്ത് നോക്കിയപ്പോൾ ഇല കണ്ടില്ല. ഇനിയിപ്പോൾ വാങ്ങിയ കൂട്ടത്തിൽ ഷോപ്പിൽ നിന്ന് എങ്ങനെയും മിസ്സായെന്ന് തോന്നുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ പാത്രത്തിൽ തന്നെ എല്ലാവരും കഴിച്ചു. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നു. കുക്കിങ്ങിൻ്റെ തിരക്കിലാണ്. കാരണം വൈകുന്നേരം ഞങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരും കൂടി റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ഒരു 5 ഫാമിലി, പിന്നെ മുസഫയിൽ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും വൈകുന്നേരം എത്തും. അപ്പോൾ അതിനുള്ള ഫുഡ് റെഡിയാക്കുന്നതിൻ്റെ തിരക്കിലാണ്. റൈസ്, ബീഫ് കറി, ചിക്കൻ ഫ്രൈ, സേമിയ പായസം. അപ്പോൾ ഇത്രയാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ മുസഫയിലുള്ള ഫ്രണ്ടാണ് കേട്ടോ ഇത്. അവൾ നേരത്തെ തന്നെ എത്തി. അവൻ ഡ്യൂട്ടിയിലാണ്. ഈവനിങ് എത്തും. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നേരത്തെ തന്നെ ഞാൻ റൈസ് റെഡിയാക്കി വെച്ചു. ശരിക്കും നെയ്ച്ചോറ് പോലെയാണെങ്കിലും കുറച്ച് സ്പെഷ്യലായിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത്. കുറച്ച് മഞ്ഞച്ചോറായിട്ട് അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അധികം ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ റൈസാക്കിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് റെഡിയായി. അച്ചാറ് ഞാൻ രാവിലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുരുമുളകും ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സവാളയൊക്കെ വഴറ്റി മസാല ചേർത്ത് ഇട്ടാൽ മതി. ഇനി സേമിയ പായസം റെഡിയാക്കണം. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈക്ക് ഞാൻ രാവിലെ തന്നെ മസാല എല്ലാം പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എടുത്ത് പുറത്ത് വെച്ചു. ഇനി അത് ഫ്രൈ ചെയ്യണം. എല്ലാം റെഡിയാക്കിയതിന് ശേഷം ലാസ്റ്റാണ് ചിക്കൻ ഫ്രൈ റെഡിയാക്കിയത്. അപ്പോൾ ചെറിയ ചൂടോട് കൂടി ഇരിക്കട്ടെ എന്ന് എഴുതിയിട്ട് അത് അവസാനം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫ്രഷായിട്ടൊക്കെ വന്നതിന് ശേഷമാണ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തത്.
അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ബീഫ് കറിയും റൈസും ചിക്കൻ ഫ്രൈയും സേമിയയും ഒക്കെ റെഡിയായി. എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.